സുവർണ ജൂബിലി നിറവിൽ ചെത്തിപ്പുഴ മേഴ്സി ഹോം. പോളിയോ ബാധിതരുടെയും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെ പുനരധിവാസം ലക്ഷ്യമാക്കി ചെത്തിപ്പുഴയിൽ പ്രവർത്തിക്കുന്ന മേഴ്സി ഹോം കാരുണ്യ ശുശ്രൂഷയുടെ 5 പതിറ്റാണ്ട് പിന്നിടുന്നു. ഇവിടെ നോക്കി, ഇതാണ് ഞങ്ങളുടെ ലിൻസി മോള്. ഇവിടെ കൊച്ചുനാൾ മുതൽ ഇവിടെ ആയിരുന്നു അല്ലേ? 10ാം ക്ലാസ് വരെ പഠിച്ചതല്ലേ? +2 കഴിഞ്ഞതാണ് കേട്ടോ. +2 കഴിഞ്ഞ് ഇപ്പോഴേ തൊടുപുഴയിൽ ഒരു പ്രസ്സിൽ ജോലി ചെയ്യുക. പിടിക്കുകയാണ്, നല്ല പിടിക്കുക, നല്ല ഡാൻസുകാരിയാണ്. ഇത് ഡാൻസ് ചെയ്ത ഫോട്ടോയൊക്കെ ഒത്തിരി ഉണ്ട്. നല്ല പ്രാർത്ഥനയുണ്ട്. 1974 ഓഗസ്റ്റ് 4 ST സന്യാസ സമൂഹത്തിന്റെ ചുമതലയിൽ അന്നത്തെ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ആന്റണി പടിയറയാണ് മേഴ്സി ഹോം സ്ഥാപിച്ചത്. ചെത്തിപ്പുഴ CMI ആശ്രമത്തിനോട് ചേർന്ന് വാങ്ങിയ 2 ഏക്കർ സ്ഥലവും ആശ്രമം ദാനമായി നൽകിയ 1 ഏക്കർ സ്ഥലവും ചേർത്താണ് കെട്ടിടം നിർമ്മിച്ചത്. ഇത് ആനിയമ്പുറക്കി 1.5 വയസ്സിൽ പോളിയോ വന്നതാണ്. പിന്നെ ആനിമയ്ക്ക് ഇപ്പം എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യാനൊക്കെ പറ്റും. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രവേശനം നൽകിയായിരുന്നു തുടക്കമെങ്കിലും എണ്ണം വർദ്ധിച്ചപ്പോൾ ചെത്തിപ്പുഴയിൽ പെൺകുട്ടികൾക്ക് മാത്രം പ്രവേശനം നിശ്ചയപ്പെടുത്തുകയും ആൺകുട്ടികൾക്കായി കൊടിനാട്ടും കുന്നിൽ പ്രത്യേക സെന്റർ ആരംഭിക്കുകയും ചെയ്തു. ഷേർലി ഇവിടെ കൊച്ചുനാളുടെ 1 വയസ്സായപ്പോൾ പോളിയോ വന്നതാണ്. ഒരു പനിയും ഛർദിയൊക്കെ വന്നു. അതോടെ കാലൊക്കെ തളർന്നു. അങ്ങനെ 9ാമത്തെ വയസ്സിലവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കൊച്ചിനെ. 9 വയസ്സുള്ളപ്പോൾ. അന്ന് മുതൽ ഇന്ന് വരെ മോൾക്ക് 10 വയസ്സുണ്ട്. 40 വയസ്സുണ്ട് ഇപ്പം. ഇത്രയും വർഷം അവളിവിടെ സന്തോഷമായിട്ട് കഴിയുന്നു. ഒരു പരാതിയില്ല, ഒരു സങ്കടമില്ല. എപ്പോഴും പ്രാർത്ഥിച്ച് ഇപ്പോൾ ബൈബിൾ പഠിക്കുക. ഇപ്പോൾ 40 അന്തേവാസികളാണ് ഇപ്പോൾ ചെത്തിപ്പുഴ മേഴ്സി ഹോമിലുള്ളത്. ഏഷ്യയിൽ ആദ്യമായി 2 കൈകളുമില്ലാതെ കാലുകൊണ്ട് വാഹനമോടിച്ച് ലൈസൻസ് നേടിയ ജിലുമോളും മേഴ്സി ഹോമിലെ വിദ്യാർത്ഥിയായിരുന്നു. പാലിയേറ്റീവ് കെയർ സെന്റർ, വൃദ്ധസദനം, കൗൺസിലിംഗ് സെന്റർ, ചിൽഡ്രൻസ് സെന്റർ തുടങ്ങി നിരവധി കാരുണ്യ സ്ഥാപനങ്ങൾ മേഴ്സി ഹോമിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നു.